ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിലാണ്. വയനാട്ടിൽ നിന്ന് രാവിലെ വന്നതാണ്. ഇവിടെ കണ്ണൂർ കാഞ്ചി കാമാക്ഷമ്മ ക്ഷേത്രമുണ്ട്, അവിടെ പ്രതിഷ്ഠാ ദിനമാണ്. അപ്പോൾ അവിടുത്തെ അധികാരികൾ നമ്മളോട് മുമ്പിട്ടേ ഏൽപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. ഞാൻ 2 ദിവസം മുമ്പ് അങ്ങ് പോയത്, ഇപ്പം വന്നതാണ് വീണ്ടും. അപ്പം നമ്മളെ സ്റ്റുഡിയോ ആയതുകൊണ്ടാണ് അങ്ങോട്ടൊക്കെ പോകുന്നത്. ഇടയ്ക്ക് കണ്ണൂരും ഉണ്ടാവും. പിന്നെ കണ്ണൂർ ഏകദേശം അതിൻ്റെ വർക്ക് നടന്നുകൊണ്ട് പോവാണ്. വൈഫൈയും കാര്യങ്ങളുമുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞത്. എനിക്ക് ഇടയ്ക്ക് വയനാട്ടിലോ കണ്ണൂരിലോ ഒന്നും പോകണമെന്നൊന്നുമില്ല. എവിടെയായാലും എനിക്ക് വൈഫൈ ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അതിനുള്ള സമയം നിൽക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ. അതുപോലെ തന്നെ അവിടെ തന്നെ ആണ് വൈഫൈ ഉണ്ടെങ്കിൽ അവിടെ തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പോകുന്നത് കാഞ്ചി കാമാക്ഷമ്മ ക്ഷേത്രത്തിലാണ് കേട്ടോ. അവിടെ പ്രതിഷ്ഠാ ദിനമായതുകൊണ്ടാണ്. പിന്നെ വൈകിട്ട് ആലൻ്റെ മുത്തപ്പ ക്ഷേത്രമുണ്ട്. നമുക്ക് ക്യാമറയൊക്കെ വാങ്ങി തന്നത് അവരാണ്. അപ്പോൾ അവിടെ നമ്മളെ പ്രിയപ്പെട്ട നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മുത്തപ്പനാണ്. ഞാൻ മുത്തപ്പനോടാണെന്ന് പറഞ്ഞ മുത്തപ്പൻ അതിനുള്ള വഴിയിലൊരുക്കി തന്നു. അപ്പോൾ ഒന്ന് അവിടെ പോകണം. അവിടെ വൈകിട്ട് ഇത് രാവിലെ തുടങ്ങി വൈകിട്ട് മുത്തപ്പൻ തിരുവപ്പനുണ്ട്, അതുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവർ ക്ഷണിച്ചിട്ടായിരുന്നു. അപ്പോൾ അത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ 15-ാം തീയതി വീണ്ടും, ഇനി 15-ാം തീയതി ആണെന്ന് ഞാൻ വയനാട്ടിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കണ്ണൂരിലേക്ക് വരണം. ഇനി വയനാട്ടിലാണ് ഈ ചിത്രീകരണം ഉള്ളത് ഏകദേശം. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളെല്ലാം പോയി കണ്ടിട്ട് വരാം കേട്ടോ. അതാണ് നല്ല നമസ്കാരം. നമുക്ക് കാഞ്ചി കാമാക്ഷമ്മ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കണ്ടിട്ട് വേഗം വരാം. നല്ല നമസ്കാരം. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് കണ്ടുവരാം. ഇവിടെ നാമാർച്ചന നടത്തുവാണ്.
ഞാൻ നോക്കാം, പോയി നോക്കാം. പണിയിലൊന്നും ഞാൻ അറിഞ്ഞു സുഖമായിട്ട് വരുന്നോട്ട് വന്നിട്ടില്ല അല്ലേ? ഒരാൾ ഡൽഹിയിൽ അതെ മഴയുണ്ടായിരുന്നു.
என்ன பேர் என்ன? சிவாய நமஹ. எல்லாம் அல்ல அருள்மிகு ஸ்ரீ காஞ்சி காமாட்சி அம்மன் ரொம்ப ஒரு சாநித்தியமான அம்பாள். வேண்டுவோருக்கு வேண்டிய வரங்களை வாரி தரக்கூடிய அம்பாள். நின்று பேசி அனுகிரகம் பண்ணக்கூடிய சக்தி இந்த அம்பாளுக்கு உண்டு. காஞ்சியில் எப்படி காமாட்சியோ அதுபோல் நம்ம கண்ணூரில் வரக்கூடிய பக்தர்களுக்கு அனைவருக்கும் வாரி வழங்கக்கூடிய ஸ்ரீ காஞ்சி காமாட்சியை தரிசனம் பண்ணுங்கள். அவசியம் இந்த கோயிலுக்கு வந்திருந்து இந்த அம்பாளை ஒரு வாட்டி தரிசனம் பண்ணுங்கள். செவ்வாய்க்கிழமை வெள்ளிக்கிழமையில் இந்த அம்பாளுக்கு விளக்கேற்றி வழிபாடு பண்ணுங்கள். உங்களுடைய ஆசைகள் எல்லாம் நிறைவேற்றி வைப்பா. உங்களுடைய கஷ்டங்களை போட்டு உங்களுக்கு எல்லா சௌபாகியங்களும் வாரி தருவா. சிவாயன். சிவாயன். பேர் என்ன சொல்லுங்கள்? என் பேர் விக்னேஷ் நாகராஜன். சிவாயன். எந்த ஊர் சொல்லு? நாங்கள் காஞ்சிபுரம். காஞ்சிபுரம். சரி. എന്നാലും ഗ്രാനൈറ്റ് കൊണ്ട് എല്ലാം ഫുൾ ക്ലിയറാക്കി ചുറ്റും ഗ്രാനൈറ്റെല്ലാം സെറ്റ് ചെയ്തോളാം.
ഭക്ഷണലേശമായി കേട്ടാ ആയി വരുന്നതുകൊണ്ട് ഇപ്പോൾ ഇത് ചെറിയൊരു കിച്ചൺ. ഇത് കാഞ്ചി കാമാക്ഷമ്മൻ ക്ഷേത്രത്തിലെ ഊട്ടുപുരേൻ്റെ ഇതാണ്. ഇന്നലെയായിരുന്നു ഉദ്ഘാടനം. പുതിയതായിട്ട് നിർമ്മിച്ച അന്നദാനശാലയാണ് ഊട്ടുപുര. ഇവിടുത്തെ സ്ഥലപരിമിതിയിൽ വെച്ച് ഇവർ നിർമ്മിച്ചതാണ്. ഞാൻ പുറത്തുനിന്നേ കാണിച്ചു തരാം. എവിടെ സ്ഥലം? മാധവങ്കലം അല്ലേ? പിന്നെ ആ ഏരിയയിലെല്ലാം നിങ്ങൾ തന്നെയാണോ ചെയ്യാറ്? മീൻകുളം ഒരുവിധ ഉത്സവ അമ്പലങ്ങളിലെല്ലാം നിങ്ങൾ ചെയ്യാറ് അല്ലേ? ഇവർ ഇവിടെ കണ്ണൂർ ശ്രീ കാഞ്ചി കാമാക്ഷമ്മൻ ക്ഷേത്രത്തിൽ ഇപ്രാവശ്യം മുതൽ ഇന്നും നാളെയും ഇവരാണ് അന്നദാനം കൊടുക്കുന്നത്. ഇവരെ വാഗ്യാന്ന ഭക്ഷണം ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കുക എന്നിട്ടെന്ന് അല്ലേ? എന്നിട്ട് നിങ്ങളെ ക്ഷേത്രത്തിൽ ഇവരെ ക്ഷണിക്കുക. കാരണം ഇവർ സ്ഥലവും കാലങ്ങളോ ഇതൊന്നും പ്രശ്നമൊന്നുമല്ല. ഇവർ എവിടെയായാലും വരും. അതിലെ ട്രാവലിംഗ് ചാർജും മറ്റുള്ള എക്സ്പെൻസ് എല്ലാം കൊടുത്താൽ മതി. എന്നാൽ അവർ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ എത്ര പേരുണ്ട്? ഇന്ന് 4 പേരാണ്. അത് പിന്നെ എത്ര ആൾക്കാരെ കൂടുതലും പറ്റും അല്ലേ? എത്ര ഭക്ഷണം പേര് കൊടുക്കും ഏകദേശം? ഇപ്പം നമ്മളിപ്പോൾ ചെയ്തതിന് ഇപ്പോൾ മീൻകുളത്തെല്ലാം 7 ദിവസം നിന്നാൽ ഉണ്ട്. ഒരു 10-25-30,000 വരെ ഉണ്ട് അല്ലേ? 7 ദിവസമായിട്ട് ഉണ്ടായിരുന്നു അല്ലേ? ആ അപ്പോൾ ഇന്നെന്തല്ല ഭക്ഷണമല്ലേ? ഇന്ന് പിന്നെ പായസമുണ്ട്, ഗോതമ്പിൻ്റെ പായസമുണ്ട്. പിന്നെ ഒരു പരിപ്പും കായിട്ട് ഇങ്ങനെ ഒരു ഒളിച്ച്, പിന്നെ മമ്പയർ മത്തനെ ഇട്ടിട്ട് ഒരു കറി, പിന്നെ ഇഞ്ചി തൈര്, ഒരു ഉപ്പേരി, അച്ചാർ. ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് അല്ലേ? പിന്നെ നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞു. 9847 432 533. ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ഉണ്ടെങ്കിലും വിളിച്ചാൽ ഭക്ഷണം മുൻകൂട്ടി പറയണം അല്ലേ? ഇടുപടി കാരണം വേറെ എവിടെയെങ്കിലും ഏറ്റുപോയിട്ടെങ്കിലും വിഷമല്ലേ? ഏറ്റുപോയിട്ടെങ്കിലും ആൾക്കാരെ ഏൽപ്പിക്കാൻ കഴിയുമല്ലോ അല്ലേ? നമ്മളെ ടീമിനല്ലേ അല്ലേ? ഒരു കൂടി പേര് പറയും. മാധവങ്ങ പേര് പറയും. മഹേഷ് അല്ലേ? ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ട്? അതുണ്ടല്ലേ? അമ്പലം മാത്രമല്ല മറ്റുള്ള സംഗതിക്ക് നിങ്ങൾ പോകില്ല? എല്ലാം ഉണ്ടല്ലേ? വെജ് അല്ലാണ്ട് മറ്റേതുണ്ടോ? നോൺ വെജ് എല്ലാം ഉണ്ടല്ലേ? എന്നാൽ നല്ല നമസ്കാരം. നമുക്ക് കണ്ടതിനും പരിചയപ്പെട്ടതിനും ധാരാളം വർക്ക് കിട്ടട്ടെ എല്ലാ സ്ഥലത്തും കേട്ടോ. നല്ല